നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ പെയ്ത മഴയിൽ കേരളത്തിലെ വടക്കും തെക്കുമായി പലയിടങ്ങളും മുങ്ങിയിരിക്കുകയാണ്. കൊച്ചിയെ മുക്കി മേഘവിസ്ഫോടന സമാനമായ കൊടുംമഴയാണ് കഴിഞ്ഞ ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തെക്കൻ കേരളം, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളാണ് വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. ഇതിൽ കൊച്ചിയിലെ ദുരവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് തൃക്കാക്കര MLA ഉമാ തോമസ്. കൊച്ചിയുടെ ഇന്നത്തെ അവസ്ഥയിൽ പെയ്തിറങ്ങുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ നഗരം പുഴയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെടുമ്പോൾ കാഴ്ചകൾ വ്യത്യാസമാവാൻ സാധ്യതയില്ല. ഈ വിഷയം ഏറെ ഗൗരവത്തോടെ അടുത്ത നിയമസഭയിൽ താൻ ഉന്നയിക്കുമെന്നും ഉമാ തോമസ് ഉറപ്പു നൽകുന്നു. അറബിക്കടലിന്റെ റാണിയായ മനോഹരിയായ കൊച്ചി, പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പെരിയാറും പിന്നെ നെടുകയും കുറുകയുമായി മനോഹരമായി ഒഴുകുന്ന നദികളും ഇതാണ് കൊച്ചിയെ സുന്ദരിയാക്കുന്നത്. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണ് നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ഒരു ഉൾക്കിടലം. നമ്മൾ പോലും അറിയാതെ ചില ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു കൺമുന്നിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ. മാർച്ചും ഏപ്രിലും മെയ് പകുതി വരെയും ചൂടുകൊണ്ട് നമ്മൾ പൊള്ളി. അന്തരീക്ഷത്തിലെ ഈർപ്പം 93% മുതൽ 98% വരെ ഉയർന്നു. പുറത്തുള്ള യാത്രയും ജോലിയും ദുഷ്കരമായി. രാത്രിയിൽ ഫാൻ ഇട്ടാൽ പോലും വിയർത്തൊലിക്കുന്ന അവസ്ഥ. നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ദിവസങ്ങൾ. ഒരു വേനൽ മഴയ്ക്കായി വേഴാമ്പലിനെ പോലെ നമ്മുടെ മനസ്സ് കൊതിച്ചു. മെയ് പകുതിയോടുകൂടി ഉണങ്ങി വരണ്ട് കീറിയ മണ്ണിനെ നനയിച്ചുകൊണ്ട് മനസ്സിലേക്ക് ആശ്വാസക്കുളിരായി മഴയെത്തി. മഴ കണ്ട മനസ്സിന്റെ വേഴാമ്പൽ സന്തോഷത്താൽ ചിറകടിച്ചു. പക്ഷേ ആ സന്തോഷം ദിവസങ്ങൾക്കിപ്പുറം ആശങ്കയുടെ കാർമേഘങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കൊച്ചിയിലെ ദൃശ്യങ്ങൾ. ആകാശത്തു നിന്നും തുള്ളിക്കൊരു കുടം പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ മഴ വെള്ളം ഒഴുകി പോവാൻ ദിക്കറിയാത്തതുപോലെ റോഡുകളും കാനകളിലും നിറഞ്ഞു കവിഞ്ഞ് കൊച്ചി മുഴുവനും ഒരു പുഴയാകുന്ന കാഴ്ചയായിരുന്നു എവിടെയും. എന്താണ് ഈ നാടിന് സംഭവിക്കുന്നത് എന്ന വേദനയോടെയാണ് ഒരു കൊച്ചിക്കാരിയായി ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ഭരണ നേതൃത്വവും പൊതുസമൂഹവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ വ്യതിയാനത്തെക്കുറിച്ചല്ലേ എന്ന് തോന്നുകയാണ്. ആഗോള താപനത്തിന്റെ ഫലമായി സമുദ്രത്തിലെ ജലനിരപ്പ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 10.3 സെന്റിമീറ്റർ ഉയർന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വേനൽക്കാലത്ത് അന്തരീക്ഷ ഊഷ്മാവ് 3 മുതൽ 5% വരെ വർദ്ധിച്ചു. ഓരോ വർഷം ചെല്ലുന്തോറും ലഭിക്കുന്ന മഴയുടെ അളവും കൂടുന്നു. 10 വർഷത്തിനിടയിൽ 2 പ്രളയങ്ങൾ നമ്മൾ കണ്ടു. അതിലൊന്ന് മനുഷ്യനിർമ്മിതമാണെങ്കിൽ കൂടിയും നമ്മളെ ഇതെല്ലാം ആശങ്കയിലാഴ്ത്തി. വെറും 2 ദിവസങ്ങൾ കൊണ്ട് പെയ്ത വേനൽ മഴയുടെ അനന്തരഫലം ഇതാണെങ്കിൽ കാലവർഷം ഇങ്ങെത്തിയാൽ അത് കാലാവസ്ഥാ നിരീക്ഷകർ പറയും പോലെ ശക്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പോലും വയ്യ. മഴവെള്ളം ഒഴുകിപ്പോവേണ്ട തോടുകളൊക്കെ ഇന്ന് നഗരത്തിൽ ഇല്ലാതായി. കുളങ്ങളും കിണറുകളും ഒക്കെ അപ്രത്യക്ഷമായി. വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്തും ടൈലും കല്ലും ഒക്കെ പാകി മഴവെള്ളം ഭൂമിയിൽ ഇറങ്ങാതായി. പല പരിമിതിയുള്ളവരുടെ കാര്യം മനസ്സിലാക്കാം. എന്നാൽ ഭൂമിയുള്ളവർ പോലും ഒട്ടും വ്യത്യസ്തരല്ല. ഇക്കാര്യത്തിൽ നിലങ്ങളും പാടങ്ങളിലും അധികവും നമ്മൾ നികത്തിയെടുത്തു. പുഴകളിൽ എക്കൽ നിറഞ്ഞു. പുഴ കരയാകുന്ന കാഴ്ചയല്ലേ കൊച്ചിയിൽ. ഉരുകിയെത്തുന്ന മഴ വെള്ളത്തിൽ പകുതി പോലും പുഴയിൽ ഉൾക്കൊള്ളാത്ത സ്ഥിതി. മുൻപ് സൂചിപ്പിച്ചതുപോലെ സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ന് ഈ നാടിന്റെ നേർക്കാഴ്ച. ഒപ്പം മഴക്കാല പൂർവ്വ ശുദ്ധീകരണത്തിന് നഗര ഭരണകർത്താക്കൾ വരുത്തുന്ന നിസ്സംഗത കൂടി ആവുമ്പോൾ ആഘാതം ഇരട്ടിയാവുന്നു. കൊച്ചിയുടെ ഇന്നത്തെ അവസ്ഥയിൽ പെയ്തിറങ്ങുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ നഗരം പുഴയാകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെടുമ്പോൾ കാഴ്ചകൾ വ്യത്യസ്തമാവാൻ സാധ്യതയില്ല. ഈ വിഷയം ഏറെ ഗൗരവത്തോടെ അടുത്ത നിയമസഭയിൽ ഉന്നയിക്കും എന്ന് കൊച്ചിക്കാർക്ക് ഞാൻ ഉറപ്പു തരികയാണ് എന്നാണ് MLA പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു കവിതയും പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലടക്കം പല ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുകയാണ് അവിടുത്തെ നിവാസികൾ. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും കനത്ത മഴയാണ് നിലവിൽ തെക്കൻ കേരളത്തിലും അതുപോലെ എറണാകുളം, കോട്ടയം ഭാഗങ്ങളിലടക്കം പെയ്തുകൊണ്ടിരിക്കുന്നത്.